ഹായ് ഓൾ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ വരെയുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. സോ ഇനി നമ്മൾ കവർ ചെയ്യുന്നത് സ്കേലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്. ഓക്കെ, സോ ഈ 6 ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സ്കെയിലാർ ചെയിൻ ആണ് അടുത്തത്. ഓക്കെ, എന്താണ് സ്കെയിലാർ ചെയിൻ? നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് ടോപ്പ് മോസ്റ്റ് ഓഫീസർ, ഏറ്റവും സീനിയർ ഓഫീസർ. ഓക്കെ, അയാളുടെ അടിയിൽ നിങ്ങൾ വിചാരിച്ചോളൂ, ഇതിപ്പോൾ CEO ആണെന്ന് വിചാരിച്ചോളൂ. സോ CEOയുടെ അടിയിൽ ആരാ വരുന്നത്? ഒരു സീനിയർ മാനേജർ വരുന്നുണ്ട്, ഒരു മാനേജർ, അസിസ്റ്റൻറ്റ്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. ഇത് ഒരു സെക്ഷനാണ്, ഇത് പ്രൊഡക്ഷൻ നോക്കുന്ന ഒരു സെക്ഷനാണ് ഈ സൈഡിൽ വരുന്നത്. ഈ സൈഡിൽ വരുന്നത് അക്കൗണ്ട്സോ വേറെ എന്തെങ്കിലും ഒരു സെക്ഷനാണെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ നോർമൽ കേസിൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെ താഴെയുള്ള ഡിക്ക്, ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് പുള്ളി ആദ്യം സിയോട് പറയും, പിന്നെ ബിയോട് പറയും, പിന്നെ എയോട് പറയും. ഓക്കെ, അതേപോലെ തന്നെ എയ്ക്ക് എന്തെങ്കിലും താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഡിയോടെങ്കിൽ എന്താ സംഭവിക്കുക? എ ബിയോട് പറയും, ബി സിയോട് പറയും, സി ഡിയോട് പറയും. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റിന് അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റായിട്ട് സംസാരിക്കണമെങ്കിൽ ആദ്യം ഡി തൊട്ട് എ വരെ പോയിട്ട് എയിൽ ഇപ്പുറത്ത് താഴോട്ട് ജി വരെ വരും അല്ലേ. സോ ഇതിനെയാണ് സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്കെയിലാർ ചെയിൻ അതോറിറ്റിയുടെയും ചെയിനാണ്, കമ്മ്യൂണിക്കേഷൻ്റെയും ചെയിനാണ്. നമ്മളിപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ന് അല്ലേ. സോ ഈ സ്കെയിലാർ ചെയിൻ, ഈ നേരെയുള്ള ചെയിനാണ് ഇവർ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതോറിറ്റിയുടെയും അതേപോലെയുള്ള ചെയിനാണ്. ഏറ്റവും കൂടുതൽ അതോറിറ്റി ആർക്കാണ്? എയ്ക്കാണ് അല്ലേ. എയിൽ നിന്ന് കുറച്ച് അതോറിറ്റി ബിക്ക് കിട്ടും, ബിയിൽ നിന്ന് സിക്ക് കിട്ടും, സിയിൽ നിന്ന് ഡിക്ക് കിട്ടും അല്ലേ. അധികാരം താഴോട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്, ഏറ്റവും അധികാരം മുകളിലുള്ള ആൾക്കല്ലേ. സോ അതും ഒരു സ്കെയിലാർ ചെയിനിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്നത്. സ്കെയിലാർ ചെയിൻ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ദ സുപ്പീരിയർ ടു ദ ലോവസ്റ്റ് സബോർഡിനേറ്റ്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗാങ് പ്ലാങ്ക്. ഓക്കെ, ഗാങ് പ്ലാങ്ക് എന്താണ്? ഗാങ് പ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിക്ക് ജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ചെയിനാണ് പറഞ്ഞത്? ഡിയിൽ നിന്ന് എയിൽ ചെന്നിട്ട് എയിൽ നിന്ന് ജിയിലേക്ക് വരും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരുപാട് സമയമൊക്കെ വേസ്റ്റ് ആവില്ലേ? സോ ഒരേ ലെവലിലുള്ള 2 പേർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗാങ് പ്ലാങ്ക്. ഓക്കെ, ഒരേ ലെവലിലുള്ള 2 പേർക്ക്. സിക്ക് ഈ ഗാങ് പ്ലാങ്ക് വെച്ചിട്ട് ഡിക്ക് ജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സിക്ക് എഫിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ബിക്ക് ഇയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ 3 പ്ലാങ്കുകളാണ് വരുന്നത്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, 3 പ്ലാങ്കുകളാണ്, ഗാങ് പ്ലാങ്കുകളാണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ഇത്രേ മനസ്സിലാക്കാനുള്ളൂ. സ്കെയിലാർ ചെയിൻ ഓഫ് അതോറിറ്റി ആണ്, കമ്മ്യൂണിക്കേഷനുമാണ്. ഓക്കെ, അതോറിറ്റിയും കമ്മ്യൂണിക്കേഷനും സ്ട്രെയിറ്റ് ലൈനിലാണ് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നത്. അതോറിറ്റി മുകളിൽ താഴോട്ടാണ് എപ്പോഴും വരുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മുകളിലോട്ടും താഴോട്ടും പോകാം. പിന്നെ ഉള്ളത് ഗാങ് പ്ലാങ്ക് ആണ്. ഒരേ ലെവലിലുള്ള 2 പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഗാങ് പ്ലാങ്ക്. ഓക്കെ, ഇതെല്ലാം ഹെൻറി ഫയോൾ കൊണ്ടുവന്ന കോൺസെപ്റ്റുകളാണ്, ഓർത്തിരിക്കുക. ഓർഡർ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കേ. എന്താ അത്? ശരിയായ കാര്യങ്ങൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് വെക്കുന്നതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് 2 തരത്തിലുള്ള ഓർഡറുകളുണ്ട്. ഒന്ന് മെറ്റീരിയൽ ഓർഡറും പിന്നെ ഒന്ന് സോഷ്യൽ ഓർഡർ. ഓക്കെ, സോഷ്യൽ ഓർഡറാണ് രണ്ടാമത്തെ ഓർഡർ. ഓക്കെ, ഹെൻറി ഫയോൾ പറയുന്നത് എല്ലാത്തിനും അതിൻ്റേതായ കറക്റ്റ് സ്ഥാനം വേണമെന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ഓക്കെ, സോ എന്താണ് മെറ്റീരിയൽ ഓർഡർ? 2 ടൈപ്പ് ഓർഡേഴ്സാണുള്ളത്. ഒന്ന് മെറ്റീരിയൽ ഓർഡർ, 2 സോഷ്യൽ ഓർഡർ. ഓക്കെ, മെറ്റീരിയൽ ഓർഡറിൽ എല്ലാത്തിനും, എല്ലാ സാധനങ്ങൾക്കും ഒരു പ്ലാൻ വേണം, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ പ്രോസസ്സുകൾക്കും ഒരു പ്ലാൻ വേണം. ഓക്കെ, എക്സാമ്പിൾ, ഓരോ ടൂൾസും മെഷീൻസും ഒക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു പ്രോപ്പർ പ്ലാൻ, ഓരോ മെഷീനറി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രോപ്പർ പ്ലാൻ, അതൊക്കെയാണ് മെറ്റീരിയൽ ഓർഡറിൽ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് സോഷ്യൽ ഓർഡർ. ഓക്കെ, സോഷ്യൽ ഓർഡറിൽ എന്താ വരുന്നത്? ഓരോ വ്യക്തികൾക്കും കൃത്യമായ സ്ഥാനം വേണം. നമ്മൾ
പണ്ട് സ്റ്റാഫിങ്ങിൻ്റെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റായ വ്യക്തികളെ കറക്റ്റായ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ അതാണ് സോഷ്യൽ ഓർഡർ കൊണ്ട് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇക്വിറ്റി. 2 കോൺസെപ്റ്റുകളാണുള്ളത്, ഇക്വിറ്റി, ഇക്വാളിറ്റി. സോ ഹെൻറി ഫയോൾ പറഞ്ഞത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവരുത്. അതിപ്പോൾ റിലീജിയൻ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും നാഷണാലിറ്റി ഏത് രാജ്യത്തു നിന്ന് വന്നുള്ളതാണെങ്കിലും ഇതൊന്നും ഒരിക്കലും 2 പേരെ വേർതിരിച്ച് കാണാനുള്ള കാരണങ്ങളാകരുത് എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ഓക്കെ, അതെന്തിനു സഹായിക്കും? അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടും എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആണെന്ന് ഫീൽ ചെയ്തുമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇക്വിറ്റിയും ഇക്വാളിറ്റിയും ഒക്കെ അല്ലേ. സോ എന്താണ് ഇക്വിറ്റി, ഇക്വാളിറ്റി? ഈ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് സൈഡിലെ ഡയഗ്രാം നോക്കാം. ഇക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതിനെയാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേ ലെവലിലാക്കാൻ വേണ്ടി കൊടുക്കുന്നതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്, കൂടുതലുള്ളവനും കുറവുള്ളവനും എല്ലാവരും ഒരുപോലെയാണ് കൊടുക്കുന്നത് അല്ലേ. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ ആക്കാൻ വേണ്ടി എന്താണോ ആവശ്യം അത് കൊടുക്കുന്നതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വിറ്റി ഉണ്ട് ഒരു ഓർഗനൈസേഷനിലെങ്കിൽ അവിടെ എന്താണ്, എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതേപോലെ തന്നെ അവിടെ റിലേഷൻസ്, മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ തമ്മിലുള്ള റിലേഷൻസും വളരെ വളരെ ഹെൽത്തി ആയിരിക്കും. ഓക്കെ, അതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ? അതായത് നമ്മൾ ഇപ്പം ഈയിടെ തന്നെ ഒരു പർട്ടിക്കുലർ IT ഫാമിനെ സംബന്ധിച്ച് കേട്ടിരുന്നു, അവർ മാസമായിട്ട് അവരുടെ ഇൻറ്റേൺസിനെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിരിച്ചു വിട്ടു എന്ന്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആൾക്കാർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കാലയളവ് സേഫായിട്ട് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. അവരെയൊക്കെ തോന്നിയ പാട് പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരിൽ എന്താണ്, ടെൻഷൻ വരും, അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റേതെന്നുള്ള ഫീലിംഗ് വരില്ല ഒരു ഓർഗനൈസേഷനെ പറ്റി. ഇപ്പം നമ്മൾ മാസമായിട്ട് വേറൊരാളെയാണ് പിരിച്ചു വിടുന്നതെങ്കിൽ കൂടി അവിടെ നിൽക്കുന്നവർക്കും പേടി വരും അല്ലേ. സോ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദീർഘകാലത്തേക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ദെയർ ഷുഡ് ബി പ്രോപ്പർ എഫോർട്ട് ടു അച്ചീവ് സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേബിളായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓരോ എംപ്ലോയീസിനും കൊടുക്കാൻ നമ്മൾ സജ്ജരായിരിക്കണം. ഓക്കെ, ഒരേ പൊസിഷനിൽ തന്നെ അവർക്കൊരു റീസണബിൾ ടൈം കൊടുക്കണം. ഒരിക്കലും അവരെ ഒരിടത്തുനിന്ന് മാറ്റരുത് എന്നല്ല പറയുന്നത്, എന്നാൽ അവർ കംഫർട്ടബിളായിട്ടിരിക്കുന്ന രീതിയിൽ അവരുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റേബിളാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവിടെ ബിലോങ് ചെയ്യുന്നതാണ്, അവരുടെ സ്വന്തമാണ് ആ സ്ഥലം എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് തോന്നുന്ന ആ ലെവലിൽ അവരുടെ ടെന്യൂറുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ടെന്യൂർ എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എത്ര കാലയളവ് ഒരു കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെയാണ്. ഒരു ടേം എന്ന് പറയുന്ന പോലെയാണ് ഒരു ടെന്യൂർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമ്മൾ സ്കൂളിലെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, അതുപോലെയാണ് ടെന്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ സീറ്റിൽ ഇരിക്കുന്ന ടെന്യൂർ സേഫ് ആണെന്നൊരു എംപ്ലോയിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം ദീർഘകാലം ആയിരിക്കണം. ഓക്കെ, എങ്കിലേ അവർക്ക് അവിടെ ഇരുന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും എൻകറേജ്ഡ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ അവർ ആ സീറ്റിൽ കുറച്ച് നാളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അവർക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കും. അതേപോലെ തന്നെ എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ഇപ്പം ആ പർട്ടിക്കുലർ IT ഫേമിനെ സംബന്ധിച്ചാണെങ്കിലും വളരെ നെഗറ്റീവായിട്ടാണ് അവർ മാസമായിട്ട് ആൾക്കാരെ പിരിച്ചു വിട്ടത്. പത്രങ്ങളിലും മറ്റ് മീഡിയകളിലും വന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരത് വളരെ നെഗറ്റീവായിട്ടാണ് എടുത്തത് അല്ലേ. സോ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ അഥവാ സൽപ്പേരും അവിടെ ചീത്തയാവും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. സോ അൺനെസസറി ആയിട്ട് ലേബറിനെ ടേൺ ഓവർ ചെയ്യരുത്, അതായത് മാറ്റി വേറൊരാളെ എടുത്തുകൊണ്ടിരിക്കരുത്. അതെന്താണ്, അവർക്കൊരു വിശ്വാസ്യത കുറവ് സൃഷ്ടിക്കും അവിടെ. ഓക്കെ, അതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനിയുള്ളതാണ് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. വർക്കേഴ്സ് മുൻകൈ എടുക്കുന്ന രീതിയിൽ അവരെ നമ്മൾ തയ്യാറാക്കണം, അവരെ എൻകറേജ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ അവരെ ഇനീഷ്യേറ്റീവ് എടുപ്പിച്ച് ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിലും പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലും അവരെ നമ്മൾ പറ്റുന്നത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. ഓക്കെ, അവർക്ക് ഓർഗനൈസേഷൻ്റെ മൊത്തം ഫങ്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ഹാപ്പിയർ ആയിരിക്കും. അവർക്ക് അതേപോലെ തന്നെ ഓർഗനൈസേഷൻ നമ്മളുടെ ആണ് എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാനും അത് സഹായിക്കും. ഓക്കെ, employees at all levels should be encouraged to take initiative in work. It motivates the employees to work better and take more interest in the organization. ബെറ്ററായിട്ട് വർക്ക് ചെയ്യാനും ഓർഗനൈസേഷനിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാനും അവർ മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, അതാണ് ഇനീഷ്യേറ്റീവ് എടുക്കാൻ അവർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനം. ഓക്കെ, ഇനീഷ്യേറ്റീവ് ഒരു പവർഫുൾ മോട്ടിവേറ്ററാണ്. മോട്ടിവേഷൻ്റെ ക്ലാസ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ബേസിക്സ് പറഞ്ഞു തരും. കാരണം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു സാധ്യതയുള്ള ഏരിയ ആണ്. നിങ്ങളുടെ സിലബസിൽ ആസ് സച്ച് മോട്ടിവേഷൻ എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും കൂടി പലയിടത്തും ഇതുപോലെ ഓവർലാപ്പായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ബേസിക്സ് അറിഞ്ഞിരിക്കണം, നമുക്ക് അതിൻ്റെ ഒരു ക്ലാസ് എടുക്കാം. ഇനീഷ്യേറ്റീവ് ഇസ് എ പവർഫുൾ മോട്ടിവേറ്റർ ഫോർ ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, മോട്ടിവേഷൻ എന്താണ്? നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ? സോ എംപ്ലോയീസിന് ഭയങ്കര പ്രോത്സാഹനമായിരിക്കും. അവരെ നല്ല വലിയ വലിയ കാര്യങ്ങളിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഓർഗനൈസേഷന് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കും അല്ലേ? സോ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തിൻ്റെ സോഴ്സാണ്. അതുപോലെ അവരുടെ മെൻ്റൽ ഗ്രോത്തിനും മാനസിക വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ നമ്മളുടെ സ്വന്തമാണ് എന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എസ്പിരിറ്റ് ഡി കോപ്സ്. മാനേജ്മെൻറ്റ് ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള എഫേർട്സ് എടുക്കണം എന്നാണ് എസ്പിരിറ്റ് ഡി കോപ്സ് കൊണ്ട് പറയുന്നത്. ഓക്കെ, എസ്പിരിറ്റ് വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ടീം സ്പിരിറ്റാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. ഓക്കെ, management should take responsible steps to develop a sense of belongingness and a feeling of team spirit among employees. ഓക്കെ, ഒരു നമ്മളെല്ലാം ഒന്നാണെന്നുള്ള നമ്മുടെ ഓർഗനൈസേഷനാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളൊക്കെ ഒരു ടീമാണ്, അതിനെ അങ്ങനെയൊക്കെ പറയുന്നതിനെല്ലാം കൂടിയാണ് എന്താണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡയഗ്രാം നോക്കിക്കേ, ഒരു കോർഡിനേറ്റഡ് എഫേർട്ട്, എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നു, എല്ലാവരും ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. നമ്മുടെയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു ടീമാണ്, നമ്മുടെ ഓർഗനൈസേഷനാണെന്നുള്ള ഫീലിംഗ് ആണ് എസ്പിരിറ്റ് ഡി കോപ്സ്. ഓക്കെ, പ്രൊഡക്ഷൻ ഇസ് എ ടീം വർക്ക് ആൻഡ് ഇറ്റ് റിക്വയർസ് ദ ഫുൾ സപ്പോർട്ട് ഓഫ് ഓൾ മെമ്പേഴ്സ്. പ്രൊഡക്ഷൻ എന്താണ്? ഒരു ടീം വർക്കാണ്. അതുപോലെ തന്നെ മൊത്തം മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടും അതിനാവശ്യമാണ്. ആൻഡ് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? മാനേജേഴ്സ് ആണെങ്കിലും, ഇത് ഹെൻറി ഫയർ പറഞ്ഞ കാര്യമാണ്, മാനേജേഴ്സ് ആണെങ്കിലും അവർ ഞാൻ എന്ന് പറയാതെ നമ്മൾ എന്ന് പറയണം. ഓക്കെ, സോ ഗ്രൂപ്പ് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ടീമിനുള്ളിലുള്ളവർ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പാടല്ലേ? സോ എന്താ വേണ്ടത്? ആൾക്കാർ തമ്മിൽ വളരെ കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ വേണം. അതായത് വളരെ സ്നേഹപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ബന്ധങ്ങളും അതേപോലെ തന്നെ വർക്കേഴ്സും മാനേജേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും പ്രോപ്പറായിരിക്കണം. എങ്കിൽ മാത്രമേ ഗ്രൂപ്പ് ഗോളുകളും മറ്റും അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഗ്രൂപ്പ് ഗോളുകളെല്ലാം എന്താണ്? അവസാനം ചെന്ന് ചേരുന്നത് എവിടേക്കാണ്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ വലിയൊരു ഗോളിലോട്ടല്ലേ ഈ പല ചെറിയ ഗോളുകളും ചെന്ന് ചേരുന്നത്. സോ ബേസിക്കലി ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ടീമുകളെല്ലാം സ്ട്രോങ് ആയിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിരിക്കണം, ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം, മൊത്തം ഓർഗനൈസേഷൻ നമ്മുടെയാണെന്നുള്ളൊരു തോന്നൽ വേണം അല്ലേ? സോ അതൊക്കെയാണ് എസ്പിരിറ്റ് ഡി കോപ്സിൽ വരുന്നത്. സോ നമ്മൾ ഓൾറെഡി 9 വരെയുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ 9 തൊട്ടുള്ളത് നമ്മൾ ഈ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓരോരുത്തർക്കും സെപ്പറേറ്റായിട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോരോ വർക്ക് കൊടുക്കുക, അല്ലാതെ മൾട്ടി ടാസ്കിങ് ചെയ്യിക്കാതിരിക്കുക. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്താണ്? ഒരു വ്യക്തിക്ക് അധികാരം കൊടുക്കുന്നത്. റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുന്നത്. സോ ഒരു ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുന്ന സമയത്ത് അതിന് തത്തുല്യമായിട്ട് ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അധികാരം കൂടി
ഒരു വ്യക്തിക്ക് കൊടുക്കണം. അതുപോലെ ഡിസിപ്ലിനായിട്ട് വേണം ഒരു ഓർഗനൈസേഷൻ പോകാൻ. അവിടുത്തെ റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്യണം. യൂണിറ്റി ഓഫ് കമാൻഡ്, അതായത് പലർ ഒരു വ്യക്തിക്ക് കമാൻഡുകൾ കൊടുക്കാതെ ഒരു ബോസാണ് ഒരു വ്യക്തിക്ക് കമാൻഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷനുകളില്ലാതെ ഇരിക്കും. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, എല്ലാവരും എന്താണ് ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അത് ഏത് ലക്ഷ്യമാണ്? ഓർഗനൈസേഷൻ്റെ മൊത്തം ഇൻട്രസ്റ്റ്. ഓക്കെ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, അതായത് വ്യക്തി താല്പര്യങ്ങളെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. റെമ്യൂണറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാലറി പോലെയുള്ള കാര്യങ്ങൾ, ഓരോരുത്തർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കിട്ടുന്ന കൂലി, അതെന്താണ്? അത് വളരെ ഫെയർ ആയിരിക്കണം. അതുപോലെ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിരിക്കണം. അവരുടെ ജീവിത ചെലവിനെ മീറ്റ് ചെയ്യുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കുകയുള്ളൂ. ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ, അതായത് എത്രത്തോളം പവർ കേന്ദ്രീകരിച്ച് വെക്കണം, അധികാരം കേന്ദ്രീകരിച്ച് വെക്കണം അല്ലെങ്കിൽ വികേന്ദ്രീകരിക്കണം എന്നുള്ള തീരുമാനങ്ങളാണ് ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ. അത് ഓരോ ഓർഗനൈസേഷനും ഓരോ സാഹചര്യങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സ്കെയിലാർ ചെയിൻ നമ്മൾ ഇന്ന് പഠിച്ചു. കമ്മ്യൂണിക്കേഷനും അതോറിറ്റിയും ഫ്ലോ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനുകളാണ് സ്കെയിലാർ ചെയിൻ. ഒരേ ലെവലിലുള്ള 2 പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഗാങ് പ്ലാങ്കുകളാണുള്ളത്. ഓർഡർ എന്താണ്? എല്ലാത്തിനും ഒരു പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കണം. ഒരു മെറ്റീരിയൽ ഓർഡർ ഉണ്ട്, അതായത് സാധനങ്ങളും പ്രോസസ്സുകളും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെറ്റീരിയൽ ഓർഡർ. സോഷ്യൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് എവിടെയാണ് കറക്റ്റായിട്ട് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്ത് വെച്ചേക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് സോഷ്യൽ ഓർഡറിൽ പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാവർക്കും ഒരേപോലെ എത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഒരു ലോങ് ആയിട്ടുള്ള ടെന്യൂർ കൊടുക്കുക, അവർ സേഫ് ആണെന്ന് ഫീൽ ചെയ്യിക്കാവുന്ന രീതിയിൽ, അവരുടെ സ്വന്തം ഓർഗനൈസേഷനാണെന്ന് അവർക്ക് തോന്നിക്കുന്ന രീതിയിൽ. ഇനിഷ്യേറ്റീവ്, മുൻകൈ എടുക്കുക, മുൻകൈ എടുപ്പിക്കുക. ആളുകൾക്ക് ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിലൊക്കെ വർക്കേഴ്സിന് അഭിപ്രായം പറയാനും അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനുള്ള അവസരം കൊടുക്കുക. എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം സ്പിരിറ്റ്, നമ്മളെല്ലാവരും ഒന്നാണ്, ഞാനല്ല നമ്മളാണ്, നമ്മുടെ ഓർഗനൈസേഷനാണെന്നൊക്കെയുള്ള ഫീലിംഗ് ആണ് എസ്പിരിറ്റ് ഡി കോപ്സ്. സോ 14 എണ്ണമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ 14 എണ്ണവും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.